നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും ഈ വർഷത്തെ അവസാനത്തെ രാവിലെയിലേക്ക് സ്വാഗതം. നാളെ നമ്മൾ പുതിയൊരു വർഷത്തിലായിരിക്കും, പുതിയൊരു ദിവസത്തിലായിരിക്കും കാണുക. എല്ലാവരുടെയും ഇന്നത്തെ ദിവസം സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ. ന്യൂ ഇയർ ആഘോഷിക്കേണ്ട ഒരുക്കങ്ങളിലായിരിക്കും എല്ലാവരും. ഇന്ന് രാത്രി 12 മണിയോടെ എല്ലാവരും ആ ആഘോഷത്തിൻ്റെ തിമിർപ്പിലേക്കൊക്കെ എത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരാശംസകൾ കൂടി നേരുകയാണ്. ഇന്നത്തെ രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം നമുക്ക് നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കങ്ങളിലേക്ക് SIT. കടകംപള്ളിയെയും PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്യും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ഡീമണിയെയും കൂട്ടാളികളെയും വീണ്ടും ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ കടുത്ത വിമർശനമുയർത്തി CPI. തോൽവിയേക്കാൾ ചർച്ചയാക്കേണ്ടത് മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. മുഖ്യമന്ത്രി ഏക അധികാര കേന്ദ്രം. പിണറായിയെ തിരുത്താൻ പാർട്ടിയോ നേതാക്കളോ ഇല്ലെന്നും സംസ്ഥാന കൌൺസിലിൽ വിമർശനം. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട്. ചടങ്ങുകൾ തിരുവനന്തപുരത്തെ വീട്ടുവളപ്പിൽ. മൃതദേഹം മുടവൻ മുകളിലെ വസതിയിലെത്തിച്ചത് പുലർച്ചെ. ന്യൂസ് 18 മലയാളി ഓഫ് ദി ഇയർ 2025 പുരസ്കാര വിതരണം ഇന്ന് തിരുവനന്തപുരത്ത്. മലയാളി ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശശി തരൂർ MP. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പുതുവർഷ പ്രതീക്ഷകളിൽ ലോകം. പുതുവർഷം പിറക്കുന്നത് പസഫിക്കിലെ കിരിബാത്തി ദ്വീപിൽ. രാജ്യത്തെ ആഘോഷ കേന്ദ്രങ്ങളിൽ പ്രത്യേക ക്രമീകരണം. ആഘോഷത്തിനൊരുങ്ങി കേരളവും. കൊച്ചിൻ കാർണിവലിന് ഒരുക്കങ്ങൾ പൂർണ്ണം. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ 2020-യിൽ ഇന്ത്യക്ക് സമ്പൂർണ്ണ ജയം. കാര്യവട്ടത്തെ അവസാന മത്സരത്തിൽ ലങ്കയെ തകർത്തത് 15 റൺസിന്. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ പോകുന്നത് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു മരണം സംഭവിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്ത് മൃതദേഹം എത്തിച്ചത്. തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം നടക്കുക. ഇന്നലെ ഉച്ചയോടെ എറണാകുളം എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. മൃതദേഹം എറണാകുളത്ത് നിന്ന് പുലർച്ചെയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, നിരവധി ആളുകൾ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അനുശ്രീ, ഇന്ന് രാവിലെ മുതലാണ് 6 മണിയോടെ തന്നെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ പൊതുദർശനം ആരംഭിച്ചു. മോഹൻലാൽ പഠിച്ച് കുട്ടിക്കാലം ചെലവഴിച്ച വീട്ടിലാണ് ഇപ്പോൾ അമ്മ ശാന്തകുമാരി അമ്മയുടെ മൃതദേഹം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. രാവിലെ 5 മണിയോടെ തന്നെ ഇവിടെ എറണാകുളത്ത് നിന്ന് മൃതദേഹം തിരുവനന്തപുരം പൂജപ്പുര മുടവൻ മുകളിലെ വസതിയിലെത്തിച്ചു. മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അടക്കമുള്ള എല്ലാവരും ഇതിനോടൊപ്പം തന്നെ ഇവിടെയുണ്ട്. പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ സിനിമാ രംഗത്തെ വിദഗ്ധർ, വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, സിനിമാ നടന്മാരടക്കം എല്ലാവരും ഇവിടെ അതിരാവിലെ തന്നെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ എല്ലാം ഇന്നലെ തന്നെ എത്തിയിരുന്നു. മാത്രമല്ല നടൻ സുരേഷ് കൃഷ്ണ, ജഗദീഷ്, ചിപ്പി, അതുപോലുള്ള എല്ലാവരും രാവിലെ തന്നെ എത്തി തുടങ്ങിയിരിക്കുന്നു. ശങ്കർ രാമകൃഷ്ണൻ, നടൻ ജഗദീഷ് ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ തന്നെ വെളുപ്പിന് 5 മണി മുതൽ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് രാവിലെ ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ സമൂഹ രംഗത്തെ ആളുകളും ഫാൻസ് അസോസിയേഷൻസ് അടക്കം എല്ലാവരും അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. ചുറ്റും വീടിന് ചുറ്റും ഫ്ലെക്സുകളുമെല്ലാം വെച്ച് അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ അടക്കം വെച്ച് ഇവിടെ ഈ ഒരു സമയത്ത് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. ലാലേട്ടൻ അമ്മയുടെ തൊട്ടരികിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇന്ന് വൈകുന്നേരം 4 മണിക്ക്, അതായത് ഈ അമ്മയുടെ ഭർത്താവായിട്ടുള്ള വിശ്വനാഥൻ നായരും മകൻ പ്യാരേലാലും ഉറങ്ങുന്ന അതേ മണ്ണിൽ ഈ അമ്മയും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഇവിടെ അലിഞ്ഞു ചേരും. മോഹൻലാലും അമ്മയുമായി കുട്ടിക്കാലം ചിലവഴിച്ച സ്ഥലമാണ് മോഹൻലാൽ ഇവിടെ തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ
ഇവിടെ ഈ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. അച്ഛൻ ലോ സെക്രട്ടറി ആയിരുന്നു, തിരുവനന്തപുരത്ത് ലോ സെക്രട്ടറി ആയിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജോലി കിട്ടിയ സമയത്ത് മോഹൻലാലിൻ്റെ പഠനവും സിനിമാ ജീവിതവും കണക്കിലെടുത്തുകൊണ്ട് ആ ജോലി വേണ്ടെന്ന് വെച്ച് ഇവിടെ നിന്നു. അങ്ങനെ മോഹൻലാലിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ തണലായി നിന്ന കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ അവസാന കണ്ണുകൂടി മോഹൻലാലിന് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. പുതുവർഷം പിറക്കുമ്പോൾ അമ്മ കൂടെ ഇല്ല എന്നുള്ളൊരു ദുഃഖം കൂടി മോഹൻലാലിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ 10 വർഷമായി അമ്മ ചികിത്സയെ തുടർന്ന് ചികിത്സയിലായിരുന്നു, രോഗാതുരായിരുന്നു, പക്ഷാഘാതം ആയി. അങ്ങനെ 10 വർഷത്തോളം കൊച്ചിയിലെ വീട്ടിലായിരുന്നു താമസം. അതിനുശേഷം കഴിഞ്ഞ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയ സമയത്ത് പോലും മോഹൻലാൽ താൻ സന്തോഷം പങ്കുവച്ചത് തനിക്ക് ഈ ഏറ്റവും വലിയ പുരസ്കാരം കിട്ടുന്ന സമയത്ത് അത് തൻ്റെ അമ്മയ്ക്കൊപ്പം ആ സന്തോഷം പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമെന്നായിരുന്നു അന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല അമ്മ ഇപ്പോൾ സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. പക്ഷേ അമ്മയുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മയുമായി കമ്മ്യൂണിക്കേഷൻസ് ആശയവിനിമയം നടത്തുന്നത് കണ്ണുകളിലൂടെയാണ്. അത് തനിക്ക് മനസ്സിലാകുമെന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അങ്ങനെ ഏറ്റവും അടുപ്പമുള്ള മോഹൻലാലിൻ്റെ അമ്മ, സഹോദരനും അച്ഛനും പിന്നാലെ ഇപ്പോൾ അമ്മയും പോയിരിക്കുന്നു, മോഹൻലാലിനെ വിട്ടു പോയിരിക്കുന്നു എന്നുള്ളത് ഈ പുതുവർഷ ദിനത്തിൽ മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 14 വർഷമായി രോഗാതുരയായി വീട്ടിലാണെങ്കിൽ പോലും മോഹൻലാലിൻ്റെ എല്ലാ കാര്യങ്ങളിലും മോഹൻലാലിന് ഒരു ബലമായി പിന്താങ്ങായി നിന്നിരുന്ന അമ്മയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. പക്ഷാഘാതം ആയി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ പിറന്നാൾ 89ാം പിറന്നാൾ വലിയ ആഘോഷത്തോടെ വീട്ടിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളോടെ നടത്തിയിരുന്നു ഇത്തവണ. എന്നാൽ അടുത്ത പിറന്നാളിന് മോഹൻലാലിൻ്റെ അമ്മ കൂടെയില്ല എന്നുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ച് അതീവ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്ന് രാവിലെ 6 മണി മുതൽ തിരുവനന്തപുരത്തെ മുടൻമുകളിലെ വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞു. വൈകുന്നേരം 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം എത്തിത്തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല മോഹൻലാലിൻ്റെ കുഞ്ഞിലെ കുടുംബമായി ഉപയോഗിച്ചിരുന്ന കാറടക്കം ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പഴയ വീടും പരിസരവും എല്ലാം മോഹൻലാൽ വീണ്ടും എത്തുമ്പോൾ അമ്മയുടെ ചേതനേറ്റ ശരീരം കൊണ്ട് ഇവിടെ എത്തേണ്ടി വരുന്നത് എന്നുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അനുശ്രീ, അഭിലാഷ്, കാലങ്ങളായി ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ആ വീട്ടിലേക്ക് പോകാൻ അമ്മയൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പോഴിതാ അവസാനമായി അന്ത്യവിശ്രമം കൊള്ളാൻ ജ്യേഷ്ഠൻ്റെയും ഭർത്താവിൻ്റെയും ഒപ്പം അന്ത്യമുറങ്ങാൻ അമ്മ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു. എത്ര മണിയോടെയായിരിക്കും സംസ്കാരം ഉണ്ടാവുക? സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? പൊതുദർശനം അത് എത്ര മണി വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഏതാണ്ട് 4 മണിവരെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 4 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഈ മോഹൻലാലിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വീടിൻ്റെ പുറകുവശത്താണ് സംസ്കാരത്തിനുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ആണ് അച്ഛൻ വിശ്വനാഥ് നായരും സഹോദരൻ പ്യാരേലാലിൻ്റെയും സംസ്കാരം നടന്നത്. അതേ മണ്ണിൽ തന്നെ അമ്മയ്ക്കും ചിതയൊരുക്കുകയാണ് മോഹൻലാൽ. മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം മോഹൻലാൽ പറയാറുണ്ട്, തൻ്റെ സിനിമാ സെറ്റുകളിൽ അമ്മ വിരുന്നിന് വരുമ്പോൾ തനിക്കുണ്ടായിരുന്ന ഒരു പ്രചോദനം എന്നത് വളരെ വലുതായിരുന്നു. തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ മോഹൻലാലിൻ്റെ മോഹൻലാലിനെ കാണാനെത്തിയതും അവിടെ ആ അമ്മയെ കണ്ടതിന് ശേഷം താൻ അഭിനയിക്കാൻ ഇറങ്ങുമ്പോൾ അത് അത്രയും വലിയ രീതിയിൽ തനിക്ക് വളരെ ഊർജ്ജസ്വലമായി അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മാത്രമല്ല മോഹൻലാൽ ഒരു വില്ലനായി അഭിനയിക്കുന്നത് കാണാൻ താല്പര്യമില്ല. മോഹൻലാൽ മറ്റുള്ളവരുടെ സിനിമയിലാണെങ്കിൽ പോലും തല്ല് വാങ്ങുന്നത് പോലും കാണാൻ ഇഷ്ടമില്ലാത്ത ഒരു അമ്മയാണ് ഈ അമ്മ. അങ്ങനെ പക്ഷേ ഇപ്പോൾ 90-ാം വയസ്സിൽ അനിവാര്യമായ ഒരു മടക്കയാത്ര പറഞ്ഞിരിക്കുകയാണ് ശാന്തകുമാരി അമ്മ. അത് മോഹൻലാലിനെ സംബന്ധിച്ച് ഇപ്പോൾ മൃതദേഹത്തിന് തൊട്ടരികിൽ തന്നെ മോഹൻലാൽ ഉണ്ട്. മോഹൻലാൽ മാത്രമല്ല മോഹൻലാലിനൊപ്പമുള്ള ആന്റണി പെരുമ്പാവൂരും സംഘവും എല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അത് രാവിലെ 6 മണി മുതൽ തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ ചുറ്റും കാണാം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒരുപാട് പേർ അത് രാവിലെ തന്നെ എത്തിയിരിക്കുകയാണ്. അത് തിരക്ക് നിയന്ത്രിക്കാനുള്ള വലിയ ഒരു സന്നാഹങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസുകാരടക്കം നിരവധി പോലീസുകാരെ ഇവിടെ ഇപ്പോൾ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
നിരവധി വാഹനങ്ങൾ എത്തുന്നു. അവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കാനുള്ള വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് മരണപ്പെട്ടിരിക്കുന്നത് നടൻ മോഹൻലാലിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ ഇവിടെ എത്താനുള്ള ഒരു സാധ്യത നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു. ഇന്നലെ മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖ നടന്മാർ എറണാകുളത്തെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട നടന്മാരെല്ലാം ഇന്ന് ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. തിരുവനന്തപുരം പൂജപ്പുരയിലെ മുടവൻമുകളിലെ വീട്ടിലാണ് ഇപ്പോൾ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വലിയ രീതിയിലുള്ള തിരക്കാണ് ഇത് അനുഭവപ്പെടുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം ജനിച്ച് പഠിച്ച് വളർന്ന പഠനകാലത്ത് ജീവിച്ചിരുന്ന വീട് തൻ്റെ കുടുംബ വീട് ആയിട്ട് കണക്കാക്കുന്ന വീട് ഇവിടെ ഇപ്പോൾ ചേതനയേറ്റ അമ്മയുടെ ശരീരവുമായി എത്താൻ ഇപ്പോൾ പുതുവത്സരം ദിനത്തിൽ 2025 അവസാന ദിവസത്തിൽ മോഹൻലാലിന് വന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വരും മണിക്കൂറുകളിൽ ഇവിടെ ഇപ്പോൾ ഒരുപാട് പേർ എത്തിച്ചേരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഇപ്പോൾ വൈകുന്നേരം 4 മണിയോടുകൂടി ഇവിടെ വീട്ടിൻ്റെ പിന്നാമ്പുറത്തെ വീട്ടിൻ്റെ പുറകിലെ സ്ഥലത്ത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശവസംസ്കാര ചടങ്ങുകൾക്കായിട്ടുള്ള സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ശാന്തകുമാരി അമ്മയുടെ മൃതദേഹം സംസ്കരിക്കും. അനുശ്രീ, അമ്മ രോഗിയായ ശേഷം അനാഥമായ വീടെന്ന് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിരുന്ന മുടവൻമുകളിലെ ആ വീട്ടിലേക്ക് മോഹൻലാലിൻ്റെ അമ്മ തിരിച്ചെത്തിയിരിക്കുകയാണ്. സഹോദരൻ പ്യാരിലാലും അച്ഛനും അന്ത്യനിദ്ര കൊള്ളുന്ന ആ വീട്ടുവളപ്പിലാകും അമ്മയും അന്ത്യവിശ്രമം കൊള്ളുക. അമ്മയുടെ മൃതശരീരം വൈകിട്ട് 4 മണിക്കായിരിക്കും സംസ്കരിക്കുക. ലാലിൻ്റെ 3-ാം വയസ്സിൽ ആണ് അവിടുത്തെ ആ വീട് നിർമ്മിക്കുന്നത്. അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന, അമ്മ അത്രയധികം സ്നേഹിച്ചിരുന്ന ഒരു വീട് കൂടിയായിരുന്നു അത്. എത്ര നിർബന്ധിച്ചാലും ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനോ ഒന്നും മോഹൻലാലിൻ്റെ അമ്മ കൂട്ടാക്കിയിരുന്നില്ല. ആ വീട്ടിലേക്ക് അവസാനമായി എത്തിയിരിക്കുകയാണ് മോഹൻലാലിൻ്റെ അമ്മ. അഭിലാഷ് രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. അഭിലാഷ്, ഇനി മോഹൻലാലിനെ ലാലു എന്ന് വിളിക്കാൻ ഒരാളില്ല അല്ലേ? അനുശ്രീ, തീർച്ചയായിട്ടും കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊരു മക്കൾക്കും അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ വികാരം തന്നെയാണ്. അങ്ങനെ മോഹൻലാലിൻ്റെ അച്ഛനും സഹോദരനും പോയതിനു ശേഷം തനിക്ക് ഉണ്ടായിരുന്ന ഏക ആശ്രയം അമ്മയും ഇപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ച് വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. ഏതൊരു മകനും കഴിഞ്ഞ 14 വർഷമായി അമ്മ കിടക്കയിലാണെങ്കിൽ പോലും എല്ലാ കഴിയുന്ന ദിവസങ്ങളെല്ലാം വീട്ടിൽ പോവുകയും സന്തോഷമായി സംസാരിക്കുകയും കഴിഞ്ഞ 10 വർഷമായി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകിയത് കൊണ്ട് തന്നെ അമ്മയോട് കാര്യങ്ങൾ പറയുമ്പോൾ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് അമ്മയുടെ മറുപടി മനസ്സിലാക്കി മോഹൻലാൽ പ്രതികരിച്ചിരുന്നുവെന്ന് മോഹൻലാൽ തന്നെ ഒരു കാലത്ത് പറഞ്ഞിരുന്നു. അമ്മയുടെ കണ്ണുകൾ, അമ്മയുടെ ചലനം, അമ്മയുടെ സ്പർശനം, താൻ പറയുന്നത് കേൾക്കുമ്പോൾ അമ്മ തലകുലുക്കുന്നതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ആശയവിനിമയം നടത്തിയിരുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും അത്യാധുനികമായ ചികിത്സയാണ് അമ്മയ്ക്ക് മോഹൻലാൽ നൽകിയിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി രോഗാവസ്ഥയിലായിരുന്നെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അമ്മയുടെ മരണം മോഹൻലാലിനെ തേടിയെത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ എത്രയോ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന സമയത്ത് പോലും അമ്മയ്ക്കരികിലെത്തി അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അപ്പോഴും തൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ അതിൻ്റെ സന്തോഷം അമ്മയുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. മാത്രമല്ല അമ്മയുടെ പിറന്നാൾ ആഘോഷവും എല്ലാം വളരെ സന്തോഷത്തോടെ വലിയ രീതിയിൽ ആഘോഷമാക്കി നടത്തിയ ഒരു ദിവസങ്ങളാണ് കഴിഞ്ഞു പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ദുഃഖകരമായ വാർത്തയും തേടിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയോടെയാണ് എറണാകുളത്തെ വസതിയിൽ വെച്ച് ശാന്തകുമാരി അമ്മ അന്തരിച്ചത്. 90 വയസ്സായിരുന്നു. കഴിഞ്ഞ 14 വർഷമായി പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട് രോഗവുമായി ബന്ധപ്പെട്ട് കിടക്കയിലായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ചികിത്സകൾ നടന്നു വരുന്നൊരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ഈ മോഹൻലാലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന എല്ലാ നല്ല സംഭവങ്ങളിലും കാണാനോ അല്ലെങ്കിൽ അത് അറിയാനോ അമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. അമ്മയെ സംബന്ധിച്ച് മകന് ലഭിച്ച ഏറ്റവും വലിയ അവാർഡ് ലഭിച്ചപ്പോഴും, ഇന്ത്യയിലെ ഒരു നടന് ലഭിക്കുന്ന ഏറ്റവും വലിയ അവാർഡ് ലഭിച്ച
വിളിച്ചപ്പോഴും ആ സന്തോഷം അറിയാനും അതിൽ മകനെ ഒന്ന് കണ്ണുകൊണ്ട് നോക്കിയിട്ടാണെങ്കിലും മകനോട് ആ സ്നേഹം പങ്കിടാനും അമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമാണ്. എന്നാൽ ഇനി 2026 കയറുമ്പോൾ അമ്മയ്ക്കൊപ്പം ആ മകനില്ല എന്നുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അനുശ്രീ. കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് മോഹൻലാലിൻ്റെ ഈ ആ 5 പതിറ്റാണ്ടെത്തുന്ന സിനിമാ ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്ന താങ്ങും തണലുമായി നിന്ന, സ്കൂൾ കാലം കഴിഞ്ഞ് അഭിനയത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഒപ്പമുണ്ടായിരുന്ന എല്ലാ പിന്തുണയും നൽകിയിരുന്ന അമ്മയാണ് ഇന്ന് മോഹൻലാലിനെ ഇവിടെ പറഞ്ഞ് ഇരിക്കുന്നത്. അവർ ഏറ്റവും അനുശ്രീ നേരത്തെ പറഞ്ഞതുപോലെ ആ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടിൽ ഇപ്പോൾ ചേതനയേറ്റ് തിരികെ എത്തിയിരിക്കുന്നു. മോഹൻലാലിന് 3 വയസ്സുള്ളപ്പോഴാണ് ഈ വീട്, തിരുവനന്തപുരം പൂജപ്പുരയിലെ ഈ വീട് നിർമ്മിക്കുന്നത്. ഇവിടെ ആണ് മോഹൻലാലിന്റെ അമ്മയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിയോടെ നടക്കും എന്നുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു അമ്മയുടെ മരണം സംഭവിക്കുന്നത്. അതിനുശേഷം പൊതുദർശനത്തിന് ശേഷം ഇന്നലെ രാത്രിയോടെയായിരുന്നു മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ നിരവധി ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിയതോടെ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM. കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കണക്കിലെടുത്താണ് ഈ തീരുമാനം. കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, നേരിട്ട് സർക്കാരിലേക്ക് ഒരു അന്വേഷണം വരുന്നു. ഇപ്പോഴിതാ വീണ്ടും ചോദ്യം ചെയ്യലിനൊരുങ്ങുന്നു SIT. ആ ഉന്നതർ ആരാണെന്ന് വൈകാതെ തന്നെ പുറത്തു വരാനുള്ള സാധ്യത കൂടുതലല്ലേ ഇപ്പോൾ? അനുശ്രീ, കടുത്ത നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പ്രത്യേകിച്ച് നമുക്കറിയാം, ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ മൊഴിയുടെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ മൊഴി നൽകിയതിൽ പരാമർശിക്കപ്പെടുന്ന ആളുകളെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ വിട്ടയക്കാൻ, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം നടത്തുന്നത് എങ്ങനെ അത് അംഗീകരിക്കാനാകുമെന്നുള്ള ചില പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് SIT നിർണായകമായ നീക്കം നടത്തിയതു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു നീക്കത്തിലൂടെ, ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നു CPM ഇടതുമുന്നണിയും തന്നെയാണ്. പ്രത്യേകിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടിയായേക്കാവുന്ന ഒരു വിഷയം കൂടിയാണ് ശബരിമല ഈ സ്വർണ്ണക്കൊള്ള കേസ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിൽ വലിയ രീതിയിൽ തിരിച്ചടി ഈ ഒരു വിഷയത്തിൽ തെക്കൻ ജില്ലകളിലുമൊക്കെ നേരിടേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം, അത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്ത ഒരു കാര്യം. പ്രത്യേകിച്ച് മുൻ MLA അടക്കം അറസ്റ്റിലായി, ഇത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള A പത്മകുമാർ അടക്കം അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സാഹചര്യം, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ കടുത്ത വിയോജിപ്പ് ഇടതുമുന്നിൽ തന്നെ ഉയരുന്ന ഒരു വേളയിൽ കൂടിയാണ് ഇപ്പോൾ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി അന്വേഷണം എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ കടകംപള്ളിയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഈ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളിലും ഈ 2019 മുതലുള്ള കാര്യങ്ങളിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, ഒപ്പം തന്നെ മറ്റാരെങ്കിലുമായി, മറ്റ് ഈ കടകംപള്ളിക്ക് ഈ തരത്തിൽ കഴക്കൂട്ടത്തെ ഒരു വ്യവസായിയുമായി ചില ബന്ധങ്ങളുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും SIT നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഏതെങ്കിലും തരത്തിൽ മുൻ ദേവസ്വം മന്ത്രിക്ക് ബന്ധമുണ്ട് എങ്കിൽ അത് സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്തി അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ളൊരു നടപടിയായിരിക്കും SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. മറ്റൊന്ന് PS പ്രശാന്തിന്റെ കാര്യമാണ്. നമുക്കറിയാം, PS പ്രശാന്ത് കടകംപള്ളി അപേക്ഷിച്ച് PS പ്രശാന്തിനെ സംബന്ധിച്ച ഒരു കൂടുതൽ പരുങ്ങലിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് 2025 ഭരണസമിതി ചില ചട്ടങ്ങൾ ലംഘിച്ചു, ചില കാര്യങ്ങളിൽ വീഴ്ച വരുത്തി എന്നുള്ള തെളിവുകളടക്കം SIT കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയിരിക്കുന്നു. പ്രത്യേകിച്ച് PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്യലിനെ കുറിച്ച് പ്രതികരിച്ചപ്പോഴും നിലപാട് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. താൻ ചട്ടം പാലിച്ച് മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. ഒപ്പം തന്നെ ഈ
സ്വർണ്ണപ്പാളികളടക്കം സ്വർണ്ണഭൂഷൺ വേണ്ടി മുരാരി ബാബുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ അത് കൈമാറുകയും ചെയ്ത് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമാണ് താൻ ഈ കാര്യങ്ങൾക്ക് ഒപ്പം നിന്നത് എന്നുള്ളതാണ് PS പ്രശാന്ത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ട് ഈ ഭരണസമിതിക്ക് അത് കണ്ടെത്താനായിട്ടില്ല? അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അക്കാര്യങ്ങളിലൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയെങ്കിൽ പോലും അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം ഈ ഭരണസമിതി കൈക്കൊണ്ടു എന്നുള്ള രീതിയിലുള്ള ചില വിമർശനങ്ങളും ചില കാര്യങ്ങളിൽ വ്യക്തതയും SIT തേടുകയും ചെയ്യുന്നുണ്ട്. അതിലൊക്കെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി വീണ്ടും PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഉടൻ തന്നെ കടന്നേക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷേ ഇവരിലേക്ക് അറസ്റ്റിലേക്ക് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടന്നാലും നമുക്കത് അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘം കടന്നേക്കുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു കടത്തിൽ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഉടൻ തന്നെ കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും. കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള വാദങ്ങൾ നടക്കിയ ആ അപേക്ഷ സമർപ്പിക്കുകയും ഒപ്പം തന്നെ ഉടൻ തന്നെ അവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഇവരെ 3 പേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെ 3 പേരുടെയും മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇവരിൽ നിന്ന്, അതായത് ഇപ്പോഴും ഇവർ പറയുന്ന കാര്യങ്ങളിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നത്. അക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റുമാർക്കും ഒപ്പം തന്നെ മുൻ ദേവസ്വം മന്ത്രിക്കുമൊക്കെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ അവരേതെങ്കിലും തരത്തിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിവരം ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ ഡി മണിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ്. അക്കാര്യത്തിൽ ദുരൂഹത വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം SITയുടെ നിർദ്ദേശപ്രകാരം ഡി മണിയും ഒപ്പം തന്നെ സഹായികളായിട്ടുള്ള ബാലമുരുകനും ഒപ്പം തന്നെ ശ്രീകൃഷ്ണനും ഈ ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്ത് ഹാജരാവുകയും ചെയ്തിരുന്നു. നിലപാട് ആവർത്തിച്ച് ഡി മണി പറയുകയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയില്ല, താൻ ഇതുവരെയും കണ്ടിട്ടില്ല, പക്ഷെ തിരുവനന്തപുരത്ത് താൻ 2 തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഡി മണി സമ്മതിക്കുകയും ചെയ്യുന്നു. അതായത് ഇറിഡിയം കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് നിലവിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ഡി മണിക്കെതിരെയും ഒപ്പം തന്നെ സഹായിയായിട്ടുള്ള ശ്രീകൃഷ്ണനെതിരെയും ചുമത്തിലുള്ളത്. മുൻകാലങ്ങളിലാണ് ഈ ഒരു കേസ് ചുമത്തിലുള്ളത്. അന്ന് താൻ ഡി മണിയുമായി സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നായിരുന്നു ശ്രീകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഈ SITക്ക് മുൻപാകെ മൊഴി നൽകുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം ഏകദേശം കുറച്ച് വർഷങ്ങളായി തനിക്ക് ഡി മണിയുമായി അടുത്ത ബന്ധമില്ല, താൻ അത്തരത്തിൽ ഒരു സഹായവും ചെയ്തു നൽകിയിട്ടില്ല എന്നുള്ളതാണ് ശ്രീകൃഷ്ണനും ആവർത്തിച്ച് പറയുകയും ചെയ്തത്. എന്തായാലും ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ഇവരെ വിട്ടയച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ ഇനിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വ്യവസായിയെ അറിയില്ല എന്ന് കൂടി ഡി മണി പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച പത്രത്തിലുള്ള വ്യവസായി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഡി മണി എന്ന ആളുടെ പേരും ഒപ്പം തന്നെ ഈ കാര്യങ്ങളിൽ ചില വിഗ്രഹക്കടത്തടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിക്കും പങ്കുണ്ടോ എന്നുള്ള സംശയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക വിവരങ്ങൾ SITക്ക് കൈമാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ SITക്ക് കൈമാറിയിട്ടുള്ള ഈ വ്യവസായിയെ തനിക്കറിയില്ല എന്ന് ഡി മണി ആവർത്തിച്ച് പറയുമ്പോൾ പോലും എങ്ങനെ ഇങ്ങനെ ഒരു പേര് അല്ലെങ്കിൽ ഈ വ്യവസായി മുമ്പോട്ട് വെക്കും, അല്ലെങ്കിൽ ഡി മണിയെ എങ്ങനെ ഈ വ്യവസായിക്ക് അറിയാം എന്നുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളും ഒക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉണ്ടാകും. ഇതിൽ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷമായിരിക്കും ഒരുപക്ഷേ ഡി മണിക്കെതിരെയും ഒപ്പം തന്നെ മറ്റ് സഹായികൾക്കെതിരെയും ഒരു കടുത്ത നടപടിയിലേക്ക്, അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, ഈ മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായിട്ടുള്ള N വിജയകുമാർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതായത് തനിക്കൊന്നും അറിയില്ല, എല്ലാം സഹാവ് പറഞ്ഞതിനനുസരിച്ചാണ് താൻ ഒപ്പിട്ട് നൽകിയിട്ടുള്ളത്. അതായത് എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതും A പത്മകുമാർ ആണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും അറിയില്ല, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സഹാവ് നേരിട്ട് തന്നെയാണ് എന്നായിരുന്നു വീണ്ടും ആവർത്തിച്ച് N വിജയകുമാർ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ
അക്കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ഹൈക്കോടതി തന്നെ നേരത്തെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് NV ജയകുമാറിലേക്ക് കൂടുതൽ നടപടികളിലേക്ക് SIT കടക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ KT ശങ്കരദാസിനെ കൂടി ഈ സംശയം മുഴുവൻ നിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ശങ്കരദാസിനെ കൂടി അറസ്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് SIT കടന്നേക്കും. എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ പറയുന്ന അന്വേഷണത്തിന് ഹൈക്കോടതി സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള വലിയ വെല്ലുവിളി അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചുണ്ട്. മറ്റൊന്ന്, ഈ പറയുന്ന രേഖകളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഏതെങ്കിലും ഒരു പരാമർശം ഈ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ SITയുടെ ഭാഗത്തു നിന്നുണ്ട് എങ്കിൽ അത് CPM-നെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും. പ്രത്യേകിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിപക്ഷം വലിയ ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായില്ല എങ്കിൽ പോലും തന്നെ SITയുടെ ഭാഗത്ത് ഈ കാര്യങ്ങൾ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പോലും തന്നെ അത് വലിയ ആയുധമായി ലഭിക്കാൻ പോകുന്ന പ്രതിപക്ഷത്തിന് തന്നെയാണ്. അതിൻ്റെ കളങ്കം അല്ലെങ്കിൽ അത് ആ ഒരു വിഷയത്തിൽ എന്ത് മറുപടി അല്ലെങ്കിൽ എന്ത് പ്രതിരോധം തീർക്കാൻ ഇടതുമുന്നണിക്കാകുമെന്നുള്ളത് കൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇടതുമുന്നണിയുടെയും CPM-യുടെ ഭാഗത്തിൻ്റെയും ഉണ്ടാകുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രിക്കെതിരെ ഇത്തരത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ അത് എങ്ങനെ തിരിച്ചടിയാകുമെന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തി അതിൻ്റെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക. ഒപ്പം തന്നെ D മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന വ്യവസായി പറയുന്ന ആ ഒരു മൊഴി സ്വീകാര്യത്തിലെടുത്താൽ പോലും തന്നെ ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ D മണി തിരുവനന്തപുരത്ത് വന്നതായിട്ടുള്ള രേഖകൾ SITക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ടോ, ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഫോൺ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൻ്റെ തെളിവുകൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയുമായും ഒപ്പം തന്നെ ഈ പറയുന്ന ഗോവർദ്ധനുമായി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയുമായ ഗോവർദ്ധനുമായി ഈ വ്യക്തിക്ക് ബന്ധമുണ്ടോ, ഇവർ തമ്മിൽ ഈ സ്വർണ്ണക്കടത്തും അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനായി ഈ D മണി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് SITക്ക് മുമ്പിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ച് വ്യാപകമായ അന്വേഷണം നടത്താൻ കൂടുതൽ വലവിരിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒപ്പം തന്നെ ഈ ഉന്നതൻ എന്ന് പറയുന്ന ആൾ ആരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരനാണോ, അതായത് രാഷ്ട്രീയ രംഗത്തുള്ള ആളാണോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം A പത്മകുമാറിനെതിരെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും, അതായത് തന്നെ ബലിയാടാക്കുകയാണോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചോദ്യത്തിന് എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും എന്നുള്ള മറുപടിയായിരുന്നു A പത്മകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതായത് ഈ ഉന്നതൻ എന്ന് പറയുന്നത് കടകംപള്ളിയാണോ എന്നുള്ള ചോദ്യത്തിന് ശവം തീനികൾ അല്ല എന്ന മറുപടിയായിരുന്നു ഇത്തരത്തിൽ A പത്മകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും നിലവിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് 14 ദിവസത്തോടു കൂടി ജാമ്യം നിഷേധിച്ചുകൊണ്ട് വിജിലൻസ് കോടതി കടുത്ത നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു, കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന കൗൺസിൽ. സർക്കാരിലെ തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നു, മുഖ്യമന്ത്രിയെ തിരുത്താൻ ആളില്ല. PM ശ്രീ ഒരു ഉദാഹരണമാണ്. തോൽവിയേക്കാൾ പ്രധാനം ഇടതുമൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ്. സാമുദായിക നേതാക്കളുമായി പരിധി വിട്ട ചങ്ങാത്തം തിരിച്ചടിയായെന്നും വിമർശനം ഉണ്ടായി. KSRTC ബസ്സിൽ നിന്ന് യുവതിയെ വഴിയിലിറക്കിവിട്ട സംഭവത്തിൽ താൻ നിരപരാധിയെന്ന് നടപടി നേരിട്ട കണ്ടക്ടർ. സംഭവ ദിവസം നെയ്യാറ്റിൻകര വെള്ളറട റൂട്ടല്ല താൻ ജോലി ചെയ്തതെന്നാണ് കണ്ടക്ടർ C അനിൽകുമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഗൂഗിൾ പേ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് യുവതിയെ രാത്രിയിൽ പെരുവഴിയിൽ ഇറക്കിവിട്ടത്. കഴിഞ്ഞ 26-ാം തീയതിയായിരുന്നു വെള്ളറട സ്വദേശിയും കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരുമായ ദിവ്യയെ ഗൂഗിൾ പേ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് രാത്രി ബസ്സിൽ നിന്നും ഇറക്കിവിട്ടത്. സംഭവം വിവാദമായതോടെ താൽക്കാലിക കണ്ടക്ടറായ C അനിൽകുമാറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. എന്നാൽ ഇപ്പോൾ സംഭവം നടന്ന ബസ്സിലെ കണ്ടക്ടർ താനായിരുന്നില്ല എന്നാണ് അനിൽകുമാർ പറയുന്നത്. നെയ്യാറ്റിൻകര വെള്ളറട ബസ്സിലാണ് യാത്രക്കാരിയെ ഇറക്കിവിട്ട പരാതി ഉയർന്നത്. അന്നേ ദിവസം താൻ പാറശാല വെള്ളറട സർവീസിലാണ് ഡ്യൂട്ടി ചെയ്തിരുന്നത് എന്നാണ് അനിൽകുമാർ അവകാശപ്പെടുന്നത്.
നമ്മളെ വണ്ടി അവിടെ കൂനമ്പനെ നമ്മളെ വണ്ടി പോവില്ല. അപ്പൊ ഇവര് കൂനമ്പന എന്നുള്ള സ്ഥലം വണ്ടി പോവില്ല. അങ്ങനെ ഒരു പേരും പറഞ്ഞാണ് ഈ വിഷയം എടുത്തിട്ടത്. നമ്മള് 8:30 കളയുന്നാണ് വെള്ളടയിലോട്ട് വന്നത്. ഈ കൊച്ചു പറയുന്നത് കൂനമ്പന കയറിയെന്നാണ്. അപ്പൊ കൂനമ്പന നമ്മളെ ബസ് പോവില്ല. കൂടാതെ ദിവ്യ ബസ് കയറിയെന്ന് പറയുന്ന കൂനമ്പാനിയിലേക്ക് പാറശാലയിൽ നിന്നും പുറപ്പെടുന്ന വണ്ടി പോകില്ല എന്നും അനിൽകുമാർ ഉറപ്പിച്ചു പറയുന്നു. ഈ വിവാദങ്ങൾ ശരിയാണെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്താതെയാണ് KSRTCയുടെ നടപടി എന്ന് വിലയിരുത്തേണ്ടി വരും. പരാതി പ്രകാരം രാത്രി 8:30 ജോലി കഴിഞ്ഞ് ദിവ്യ കൂനമ്പാനയിൽ നിന്നും ബസ് കയറി. ഗൂഗിൾ പേ പ്രവർത്തിക്കാത്തത് കാരണം 18 രൂപ ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് കണ്ടക്ടർ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കി വിടുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഭർത്താവ് എത്തുന്ന സമയം വരെ 2.5 കിലോമീറ്ററോളം ഇരുട്ടിൽ നടക്കേണ്ടി വന്നു എന്നും ദിവ്യ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 മലയാളി ഓഫ് ദി ഇയർ 2025 പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. ശശി തരൂർ MP-യാണ് മലയാളി ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. വൈകിട്ട് 4-ന് തിരുവനന്തപുരം തൈക്കാട് ലെമൺ ട്രീ പ്രീമിയറിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മലയാളി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയവരെയാണ് ന്യൂസ് 18 മലയാളി ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നത്. ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദമായ ഡോക്ടർ ശശി തരൂർ MP-യാണ് ഇക്കുറി മലയാളി ഓഫ് ദി ഇയർ. തുടർച്ചയായി 4 വട്ടം തിരുവനന്തപുരം MP-ആയി നടത്തിയ തലസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള രാജ്യാന്തര ദൗത്യ സംഘത്തിന്റെ അംഗമായി രാജ്യത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ച് നടത്തിയ ശ്രമങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം. മലയാളികളുടെ പ്രിയനടി മമത മോഹൻദാസിനെ ഇൻസ്പയറിംഗ് വുമൺ പുരസ്കാരത്തിനും തെരഞ്ഞെടുത്തു. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട മനക്കരുത്തിനും 2 പതിറ്റാണ്ട് പിന്നിട്ട തെന്നിന്ത്യയിലെ സിനിമാ ജീവിതത്തിനുമാണ് പുരസ്കാരം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതാശ്വാസം കാര്യക്ഷമമായ രീതിയിൽ നടത്തുകയും പുനരധിവാസം ലോകോത്തര നിലവാരത്തിൽ നടപ്പാക്കുകയും ചെയ്ത ക്രൈസിസ് മാനേജ്മെന്റ് മികവിന് റവന്യൂ മന്ത്രി K രാജനെയും പുരസ്കാരം നൽകി ആദരിക്കും. പ്രസാധകരുടെ പിന്തുണയില്ലാതെ വിപ്ലവം സൃഷ്ടിക്കുകയും സിനിമാറ്റിക് വായനാനുഭവങ്ങളിലൂടെ വായനക്കാർക്ക് നവ്യാനുഭവം സമ്മാനിക്കുകയും ചെയ്ത റാം കെയർ ഓഫ് ആനന്ദിയുടെ എഴുത്തുകാരൻ അഖിൽ P ധർമ്മജനാണ് സാഹിത്യരംഗത്തെ പുരസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഫസ്റ്റ് റണ്ണറപ്പ് അനീഷ് ടിയെ പോപ്പുലർ മലയാളിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. അടുക്കളയിൽ ഒതുങ്ങുമായിരുന്ന അമ്മയെ ലോകത്തിന്റെ കാഴ്ചകളിലേക്ക് കൈപിടിച്ചു നടത്തിയതിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവരായ ശരത് കൃഷ്ണനും ഗീതയ്ക്കും സോഷ്യൽ ഇൻഫ്ലുവൻസർമാർക്കുള്ള പുരസ്കാരവും സമ്മാനിക്കും. ഗൾഫിലെയും കേരളത്തിലെയും പ്രമുഖ ബ്രാൻഡുകളായ സദേൺ ഫ്രൈഡ് ചിക്കൻ്റെയും മുരളിയയുടെയും സ്ഥാപകനും സാമൂഹിക പ്രവർത്തന രംഗത്ത് 3 പതിറ്റാണ്ടായി ജീവിതം സമർപ്പിച്ചിരിക്കുകയും ചെയ്യുന്ന K മുരളീധരൻ മാതൃകാ മലയാളിയായും ആദരിക്കപ്പെടും. ബിസിനസ് രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച പിട്ടാപ്പിള്ളിൽ ഏജൻസി സ്ഥാപകൻ പോൾ പിട്ടാപ്പിള്ളിലിനെ ബിസിനസ് ലെജൻഡ്, പൊൻകതിർ ഫുഡ് മാനേജിംഗ് ഡയറക്ടർ ബിജോയ് PR-നെ എമർജിംഗ് ബിസിനസ്മാൻ, അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് VA-യെ യുവസംരംഭകനായും പുരസ്കാരങ്ങൾക്ക് തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് ഇതാ എന്തോ കണ്ട് ബ്രേക്ക് ചെയ്തു. എന്തുവാടേ? അവനല്ലേ പറഞ്ഞത്, നീ എന്തിനാ ചവിട്ടുന്നേ? Today, the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ.
മഞ്ഞുകാലത്ത് മൂന്നാറിന്റെ തണുപ്പ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്കും പതിവായിരിക്കുകയാണ്. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ഏറെ സമയം വഴിയിൽ കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. പുതുവർഷം ആരംഭിക്കാനിരിക്കെ കാലാവസ്ഥയിൽ മുൻപെങ്ങുമില്ലാത്ത മാറ്റമാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. ആഴ്ചകളായി 0 ഡിഗ്രിയിൽ താഴെയാണ് മൂന്നാറിന്റെ കാലാവസ്ഥ. തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം തണുപ്പനുഭവപ്പെടുന്ന മൂന്നാറിന്റെ പ്രത്യേക കാലാവസ്ഥ ആസ്വദിക്കാനായി എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും കൂടി. സഞ്ചാരികൾ കൂടുതലായി എത്തിയതോടെ മൂന്നാറിൽ ഗതാഗതക്കുരുക്കും പതിവാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും പലപ്പോഴും ആളുകൾ മണിക്കൂറുകളാണ് വലയുന്നത്. എല്ലാവരോടും പോലീസ് വളരെ പൊളൈറ്റായിട്ടും ജെന്റിലായിട്ടും പെരുമാറാനുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട SP സാർ തന്നെ എല്ലാ ദിവസവും ഉള്ള റോക്ക് ഹോൾഡിൽ തന്നെ സാർ സംസാരിക്കുന്നുണ്ട്. അത് ഞങ്ങളും താഴോട്ട് പറയുന്നുണ്ട്. വരുന്ന ആൾക്കാർ ചിലപ്പോൾ കൂടുതൽ സമയമൊക്കെ നിൽക്കേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ടാക്സിക്കാരോ ഓട്ടോ അല്ലെങ്കിൽ മറ്റ് ഓട്ടോ ഡ്രൈവേഴ്സിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് തന്നെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിച്ച് വിടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾ കെയർ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ഇഷ്യൂസ് ഒക്കെ മുമ്പ് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് 24 hours നമ്മൾ പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് പോയിട്ടുള്ളത്. നിശ്ചിത സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാത്തതും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനാവാതെ വാഹനത്തിൽ ഇരിക്കേണ്ടതുമെല്ലാമാണ് സഞ്ചാരികൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ദുരിതം അനുഭവിക്കുന്നത് ഏറെയും കുട്ടികളാണ്. മൂന്നാർ ടൗൺ, ആനച്ചാൽ ടൗൺ, മൂന്നാർ മാട്ടുപ്പെട്ടി റോഡ്, മൂന്നാർ മറയൂർ റോഡ് ഉൾപ്പെടെ എല്ലായിടത്തും സമാന സ്ഥിതിയാണ്. റോഡുകളുടെ വിസ്തൃതിക്കുറവും റോഡ് വക്കിലെ അശാസ്ത്രീയമായ പാർക്കിങ്ങുമെല്ലാമാണ് ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണം. മൂന്നാറിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വകുപ്പുകളുടെ സംയുക്ത ഇടപെടൽ ആവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 മൂന്നാർ. ആലപ്പുഴ മുഹമ്മ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ CPO സന്തോഷ് കുമാറാണ് മരിച്ചത്. മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ആത്മഹത്യ തന്നെയാണോ അതോ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? മറ്റു നടപടികളൊക്കെ പൂർണ്ണമായോ? നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലെത്താത്തതിനെ തുടർന്ന് മുഹമ്മ സ്വദേശി പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടി നടത്തിയ തെരച്ചിലാണ് മുഹമ്മ പോലീസ് സ്റ്റേഷന്റെ ടെറസിലെ അടച്ചിട്ട മുറിയിൽ ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. മുഹമ്മ കപ്പേള സ്വദേശി സന്തോഷ് കുമാറിനെയാണ് ഇത്തരത്തിൽ മരിച്ചത്. അദ്ദേഹം മുഹമ്മ പോലീസ് സ്റ്റേഷനിൽ CPO ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കഴിഞ്ഞ ദിവസം. അതിനുശേഷം ഉച്ചയോടെ ആയിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസുകാർ നടത്തിയ പരിശോധനയിലാണ് പോലീസ് സ്റ്റേഷന്റെ ടെറസിലെ ഒരു റൂമിൽ ഇത്തരത്തിൽ അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് മരണമെന്നുള്ള പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആധുനിക രാഷ്ട്ര നിർമ്മിതിയിൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ പങ്കെന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സമ്മേളനം. ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിശിഷ്ടാതിഥിയായിരിക്കും. മന്ത്രി VN വാസവൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, KC വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും. തമിഴ് സൂപ്പർ താരം അജിത് പാലക്കാട് പെരുവെമ്പ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. ആരാധകർക്കിടയിൽ തല എന്നറിയപ്പെടുന്ന നടൻ ഈ വർഷം 2ാം തവണയാണ് ക്ഷേത്രത്തിലെത്തുന്നത്. പതിവ് പോലെ ഭാര്യ ശാലിനിക്കും മകനുമൊപ്പമായിരുന്നു സന്ദർശനം. ഇതിനു മുൻപ് കഴിഞ്ഞ നവംബർ 23-നായിരുന്നു നടൻ ക്ഷേത്രത്തിലെത്തിയത്. പാലക്കാട് വിളയൂരിൽ ഗ്രാമീണ റോഡ് പുനർനിർമ്മിക്കാൻ നടപടി. കൈപ്പുറം വിളയൂർ റോഡാണ് പുനർനിർമ്മിക്കുന്നത്. 10 വർഷം മുൻപ് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ തകർച്ച നേരിട്ടതുകൊണ്ടാണ് 6 കോടിയോളം രൂപ ചെലവഴിച്ച് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. കൈപ്പുറം വിളയൂർ റോഡിലൂടെ നിരവധി യാത്രക്കാരാണ് സഞ്ചരിക്കുന്നത്. 1 വർഷം മുൻപ് ആധുനിക രീതിയിൽ നവീകരിച്ച റോഡിൽ കുഴികൾ രൂപപ്പെട്ടിരുന്നു. റോഡ് നന്നാക്കാൻ 5 കോടി രൂപ അനുവദിച്ചു. റോഡിലെ 45 വർഷത്തിലധികം പഴക്കമുള്ള കലുങ്കുകൾ, പാലം എന്നിവയ്ക്ക് ബലക്ഷയമുള്ളതിനാൽ നവീകരണത്തിന് പിന്നീട് കൂടുതൽ തുക അനുവദിക്കുകയും ചെയ്തു. നവീകരണത്തിന് മുന്നോടിയായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. നേരത്തെ ഈ BMDC ചെയ്യുന്ന സമയത്ത് നിരവധി ഭാഗങ്ങളിൽ 40-45 വർഷമായി പഴക്കമുള്ള
കൾവർട്ടുകളുണ്ട്. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല കൾവർട്ടുകൾക്കും ഇനിയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് പടിപടിയായി ചെയ്യുന്നതിനും കൂടുതൽ രണ്ട് സൈഡും പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടി അഡീഷണൽ ആയിട്ടുള്ള പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ള കൾവർട്ടുകളും അതുപോലെ സൈഡ് പ്രൊട്ടക്ഷനും കൂടി അതിൽ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കാളാഞ്ചിറ ഭാഗത്തെ 2 കലുങ്കുകൾ പുതുക്കി നിർമ്മിച്ചു. എടപ്പലം പേരടിയൂർ ഭാഗത്ത് പാർശ്വഭിത്തിയും പൂർത്തിയാക്കും. 10 കിലോമീറ്റർ ദൂരമുള്ളതാണ് ഈ റോഡ്. റോഡ് ഗതാഗതയോഗ്യമാകുന്നതോടെ യാത്രക്കാർക്ക് വലിയ സഹായമാകും. ന്യൂസ് 18 പാലക്കാട്. ഇനി ഇടുക്കിയിൽ നിന്നുള്ള ഒരു സഹജീവി സ്നേഹത്തിന്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആഴമേറിയ കിണറ്റിൽ അകപ്പെട്ട പൂച്ചക്കുഞ്ഞിന് പുതുജീവൻ. ഇടുക്കി തങ്കമണിയിലാണ് സംഭവം. ജീവന്റെ വില തുല്യമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ച. തങ്കമണി കാറ്റാടിക്കവല നെല്ലൻകുഴിയിൽ ഷൈജു പ്രഭാകരന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് പൂച്ച അകപ്പെട്ടത്. ജീവനായി ഏറെ നേരം പിടഞ്ഞു. വളർത്തുപൂച്ചയൊന്നുമല്ല, മറ്റെവിടെയോ നിന്ന് വന്നതാണ്. കരച്ചിൽ കേട്ടെത്തിയവർക്ക് കിണറ്റിലിറങ്ങാൻ ആഴം തടസ്സമായി. എങ്കിലും ജീവൻ രക്ഷിക്കണമെന്ന ആഗ്രഹം മൂലം ഏണിവെച്ച് കിണറ്റിലിറങ്ങി. ഷൈജു ബക്കറ്റിൽ കയർ കെട്ടി പൂച്ചയെ കോരിയെടുക്കാൻ ശ്രമിച്ചു. വെള്ളത്തിലൂടെ ഏറെ നേരം തുഴഞ്ഞു നടന്ന പൂച്ച ക്ഷീണിതനായപ്പോഴാണ് പിടികൂടാനായത്. ഓരോ ജീവനും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇവരുടെ പ്രവർത്തനം. ന്യൂസ് 18 ഇടുക്കി. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് നടക്കും. തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടുവളപ്പിൽ വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം. ഇന്നലെ ഉച്ചയോടെ എറണാകുളം എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. മൃതദേഹം എറണാകുളത്ത് നിന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെത്തിച്ചു. നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു മോഹൻലാലിന്റെ അമ്മയുടെ മരണം സംഭവിക്കുന്നത്. നിരവധി കാലങ്ങളായി, ഒരുപാട് നാളുകളായി രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു അമ്മ. ഇന്നലെയാണ് മരണം സംഭവിക്കുന്നത്. നിരവധി പേരാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി. ഇന്നലെ എളമക്കരയിലെ വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ മമ്മൂട്ടി അടക്കമുള്ള നിരവധി പേർ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടെയായിരുന്നു മോഹൻലാലിൻ്റെ അമ്മയുടെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോഴും വീട്ടിലേക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? അനുശ്രീ, തീർച്ചയായിട്ടും ധാരാളമായി ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അമ്മയുടെ മുഖം അവസാനമായി ഒന്ന് കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സിനിമാ മേഖലയിലെ പ്രകാശ് വർമ്മ, സുരേഷ് കൃഷ്ണ, ജഗദീഷ്, ആന്റണി പെരുമ്പാവൂർ, ജി സുരേഷ് കുമാർ, അങ്ങനെ തുടങ്ങി നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. അതിൽ ജഗദീഷൊക്കെ രാവിലെ മുതൽ തന്നെ പുലർച്ചെ 5 മണി മുതൽ തന്നെ ഇവിടെയുണ്ട്. എല്ലാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും മറ്റുമെല്ലാം വേണ്ടി. മാത്രമല്ല മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയാണ്. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. പോലീസിൻ്റെ ഒരു വലിയ സന്നാഹം തന്നെ ഈ മേഖലയിലുണ്ട്. കാരണം ഒരുപാട് ആളുകൾ, സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ, മന്ത്രിമാർ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇന്നിവിടെ എത്താൻ സാധ്യതയുള്ളതിനാൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വിന്യാസം, പോലീസിൻ്റെ വിന്യാസമുണ്ട്. വലിയ രീതിയിലുള്ള തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പ്രധാന മേഖലയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇന്ന് വൈകുന്നേരം ശവസംസ്കാരം നടക്കുന്ന സ്ഥലത്ത് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്ന ഇടമാണ്. അതിൽ തൊട്ടടുത്ത് കാണുന്നത് മോഹൻലാലിൻ്റെ അച്ഛനായിട്ടുള്ള വിഷ്ണുനാഥൻ നായരുടെയും സഹോദരൻ പ്യാരിലാലിൻ്റെയും ശവസംസ്കാരം നടന്ന സ്ഥലമാണ്. അതിന് തൊട്ടടുത്താണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയുടെ, ശാന്തകുമാരി അമ്മയുടെ ഭൗതികദേഹം അവസാനമായി വയ്ക്കാൻ പോകുന്നത്. അവിടെയാണ് സംസ്കാരം നടക്കാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് സംസ്കാരം നടക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെ ഇപ്പോൾ തന്നെ എത്തുന്നു. രാവിലെ പുലർച്ചെ തന്നെ അമ്മയുടെ ചേതനേറ്റ ശരീരത്തിനൊപ്പം നടൻ മോഹൻലാലും എല്ലാം ഇവിടെ രാവിലെ തന്നെ എത്തിയിരുന്നു. ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള ആളുകൾ ഇവിടെ പുലർച്ചെ തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ഭാഗത്താണ് ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്, സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. ഇപ്പോൾ മോഹൻലാൽ അമ്മയുടെ മൃതദേഹത്തിന് തൊട്ടരികിലുണ്ട്. മോഹൻലാലിനൊപ്പം മോഹൻലാലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെയുള്ള ആന്റണി പെരുമ്പാവൂറും ജി സുരേഷ് കുമാറും അടക്കമുള്ള ആളുകളെല്ലാം ഇവിടെ മോഹൻലാലിന് തൊട്ടരികിൽ തന്നെയുണ്ട്. വലിയ രീതിയിലുള്ള സങ്കടത്തിലാണ്. കാരണം 2026 എന്ന് പറയുന്ന വർഷത്തിലേക്ക് കടക്കുമ്പോൾ മോഹൻലാലിൻ്റെ അമ്മയും കൂടി മോഹൻലാലിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം. 2000-ലാണ് സഹോദരൻ പ്യാരിലാൽ മോഹൻലാലിനെ വിട്ടുപിരിയുന്നത്. 2007 അച്ഛനും പോകുന്നു. ഇപ്പോൾ 2025 അവസാനമാകുമ്പോൾ ഏറ്റവും തണലായി കൂടുന്ന എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ടായിരുന്ന അമ്മയും മോഹൻലാലിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു.
അറിയിക്കുന്നു. ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് മോഹൻലാൽ കടന്നു പോകുന്നത്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയ സന്തോഷം മോഹൻലാലിന് അമ്മയുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആഹ്ലാദത്തോടെ മോഹൻലാൽ പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ 14 വർഷമായി അമ്മ രോഗാതുരയായിരുന്നു. പക്ഷാഘാതം ബാധിച്ച് ചികിത്സയിലായിരുന്നു. വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു. സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പോലും മോഹൻലാലിനെ കാണുമ്പോൾ, മോഹൻലാൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കണ്ണുകളിലൂടെ സ്പർശനത്തിലൂടെ മോഹൻലാലുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന് മോഹൻലാൽ തന്നെ നിറകണ്ണുകളോടെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ എല്ലാ കാര്യങ്ങളിലും തൻ്റെ പഠനകാലം മുതൽ കുഞ്ഞിലെ മുതൽ തിരുവനന്തപുരത്തെ ഈ വീട് മോഹൻലാലിന് 3 വയസ്സുള്ളപ്പോഴാണ് ഈ വീട് നിർമ്മിക്കുന്നത്. ആ കാലഘട്ടം മുതൽ ഇവിടെ പഠനകാലം തീരുന്നതുവരെ, കോളേജ് കാലം കഴിയുന്നതുവരെ മോഹൻലാലും അമ്മയും കുടുംബവുമായി ഇവിടെയാണ് താമസിച്ചിരുന്നത്. മോഹൻലാലിന് ഏറെ വൈകാരികമായ ഓർമ്മകളുള്ള ഒരു വീടാണിത്. മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് കൂടിയാണ് ഈ തിരുവനന്തപുരം മുടമുകളിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്. ഈ വീട്ടിലാണ് ഇപ്പോൾ അവസാനമായി അന്ത്യവിശ്രമത്തിലേക്ക് ശാന്തകുമാരി അമ്മ എത്തിയിരിക്കുന്നത്. അമ്മയുടെ മൃതദേഹം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സംസ്കരിക്കും. മോഹൻലാലിൻ്റെ ആരാധകരടക്കം വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഇപ്പോൾ രാവിലെ 6 മണി മുതൽ തന്നെ ഈ വീടിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ന് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി മോഹൻലാലിൻ്റെ എല്ലാ അഭിനയ രംഗത്തെല്ലാം താങ്കും തണലുമായി നിന്നത് അമ്മയായിരുന്നു. അമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൻ തല്ലുകൊള്ളുന്നതും സിനിമയിലാണെങ്കിൽ പോലും തല്ലുകൊള്ളുന്നതും വില്ലനായി അഭിനയിക്കുന്നതും തനിക്കിഷ്ടമില്ല എന്ന് അമ്മയുടെ വാക്കുകൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ തൻ്റെ മകൻ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറായ തൻ്റെ മകനെ അങ്ങനെ ഒന്നുമല്ല, മകനെ എത്ര വലിയ സൂപ്പർ സ്റ്റാറായാലും തൻ്റെ മകനെ മറ്റൊരാൾ തല്ലുന്നതോ മകനെ മറ്റൊരാൾ വേദനിപ്പിക്കുന്നതോ ഇഷ്ടമില്ലാത്ത ഒരു സ്നേഹനിധിയായ അമ്മയാണ്. ആ അമ്മയാണ് ഇപ്പോൾ മോഹൻലാലിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. 2026 അല്ലെങ്കിൽ 2025 അവസാനമെന്ന് പറയുന്നത് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായൊരു വാർത്ത തേടിയെത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോഹൻലാൽ കൊച്ചിയിൽ തന്നെയുണ്ട്. അമ്മയുടെ അസുഖം മൂർച്ഛിച്ച സാഹചര്യത്തിൽ മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു മോഹൻലാൽ. മാത്രമല്ല മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾ ജഗദീഷ്, എം ജി ശ്രീകുമാർ, പ്രിയദർശൻ തുടങ്ങിയിട്ടുള്ള ഗണേഷ് കുമാർ തുടങ്ങിയിട്ടുള്ള മോഹൻലാലിൻ്റെ ചെറുപ്പകാലം മുതൽ അഭിനയ രംഗത്തേക്ക് കയറി വരുന്ന സാഹചര്യം മുതൽ ഒപ്പം ഉണ്ടായിരുന്ന നടന്മാരെല്ലാം മോഹൻലാലിൻ്റെ അമ്മയുടെ ഈ വാത്സല്യം തിരിച്ചറിഞ്ഞവരാണ്. സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ അമ്മ സ്വന്തം മകനായ മോഹൻലാലിനെ പോലെ തന്നെ കൂട്ടുകാരെയും കണ്ടിരുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ ഓർത്തെടുത്തിരുന്നു. തിരിച്ചു വരുമ്പോൾ, സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അമ്മ മധുരപലഹാരങ്ങളും എല്ലാം തങ്ങൾക്കായും കരുതി വയ്ക്കുമായിരുന്നു എന്ന് എം ജി ശ്രീകുമാർ ഇന്നലെ കൊച്ചിയിലെ വീട്ടിലെത്തിയ സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ സ്നേഹനിധിയായ അമ്മ മോഹൻലാലിന് മാത്രമല്ല, മോഹൻലാലിനൊപ്പം അഭിനയിച്ച മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾക്കും സ്നേഹനിധിയായ അമ്മ, എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന അമ്മ എന്നുള്ളതാണ് അവരെ എല്ലാവരെയും ഒരുപോലെ വിഷമിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം എം ജി ശ്രീകുമാർ മോഹൻലാലിനെ വിളിച്ച സമയത്ത് പറഞ്ഞിരുന്നു അത്രേ, ശ്രീകുട്ട അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു മോഹൻലാൽ തന്നോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് അമ്മയെ കാണാൻ പോകാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വിയോഗ വാർത്ത വന്നത് എന്ന് എം ജി ശ്രീകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നതാണ്. അങ്ങനെ മോഹൻലാലുമായി അടുപ്പമുള്ള എല്ലാവർക്കും വലിയ ദുഃഖം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ അമ്മയുടെ വിയോഗ വാർത്ത എന്ന് പറയുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടെ തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടിൽ ഭർത്താവിനും മൂത്ത മകനും ഒപ്പം അന്ത്യവിശ്രമം കൊള്ളാൻ തയ്യാറെടുക്കുകയാണ് ശാന്തകുമാരി അമ്മ. ഇപ്പോൾ കഴിഞ്ഞ 14 വർഷമായി ചികിത്സയിലായിരുന്നു. പക്ഷാഘാതം സംഭവിച്ച ശേഷം അത്യാധുനിക ചികിത്സ ഉണ്ടെങ്കിൽ പോലും സംസാരിക്കാൻ ഉള്ള ഒരു ശേഷി അമ്മയ്ക്ക് നഷ്ടമായിരുന്നു. അങ്ങനെ മോഹൻലാൽ കഴിഞ്ഞ 89ാം പിറന്നാളെല്ലാം വലിയ രീതിയിൽ ആഘോഷിച്ചു. ഒരുപാട് ആളുകളെത്തി അമ്മയ്ക്ക് മധുരം നൽകി. അങ്ങനെ വലിയ രീതിയിൽ സന്തോഷമായി നടത്തിയ 89ാം പിറന്നാൾ കഴിഞ്ഞ് 2025 അവസാനിക്കുമ്പോൾ മോഹൻലാലിൻ്റെ അമ്മ മോഹൻലാലിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് അമ്മ എന്ന് പറയുന്നത് ഏറ്റവും ഒരു വലിയ നിർണായക ഒരു ശക്തി തന്നെയായിരുന്നു. കാരണം അഭിനയ ജീവിതത്തിൽ പഠനം കഴിഞ്ഞ് അഭിനയിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴെല്ലാം ഒപ്പം ഉണ്ടായിരുന്നത് ഈ അമ്മയായിരുന്നു. ആ അമ്മയാണ് ഇപ്പോൾ മോഹൻലാലിന് നഷ്ടമായിരുന്നത്. ഇപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും അമ്മയെ കാണാൻ സമയം കണ്ടെത്തിയിരുന്നു മോഹൻലാൽ. പക്ഷേ ഇനി ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അമ്മയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മോഹൻലാലിനെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്മയുടെ മൃതദേഹത്തിനരികിൽ തന്നെ മോഹൻലാൽ
ഇരിക്കുന്നുണ്ട്. വലിയ സങ്കടത്തിലാണ്. കാരണം തൻ്റെ അഭിനയ ജീവിതത്തിൽ, തൻ്റെ അഭിനയ കാലഘട്ടത്തിലെല്ലാം ഒപ്പമുണ്ടായിരുന്ന, തൻ്റെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയ അമ്മയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. തൂവാനത്തുമ്പികളുടെ സെറ്റിൽ മോഹൻലാലിൻ്റെ അമ്മയെ കാണാൻ പോകുന്ന സമയത്തുള്ള അനുഭവങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അമ്മ സെറ്റിൽ പോകുമ്പോൾ മോഹൻലാലിൻ്റെ അഭിനയം കാണുന്നതും, മോഹൻലാലിൻ്റെ അഭിനയം കഴിയുമ്പോൾ അമ്മ അത് കണ്ട് രസിക്കുന്നതുമെല്ലാം അത്തരത്തിലുള്ള അനുഭവങ്ങൾ പലതും പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല മോഹൻലാലിൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തിയ യാത്രകൾ എല്ലാം, ആ അനുഭവങ്ങളെല്ലാം പലരായി പങ്കുവയ്ക്കുന്നുണ്ട്. പലപ്പോഴായി പലയിടങ്ങളിൽ മോഹൻലാലിനെ സെറ്റുകളെടുത്ത് പ്രത്യേകിച്ച് തൂവാനത്തുമ്പികളുടെ സെറ്റിൽ മോഹൻലാലിൻ്റെ അമ്മ എത്തിയതിനു ശേഷം മോഹൻലാലിൻ്റെ അഭിനയം അതിൽ വലിയ ഊർജ്ജസ്വലത ഉണ്ടായിരുന്നു എന്നൊക്കെ സംവിധായകരടക്കം പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ നിർണായകമായ ഒരു സ്വാധീനം തന്നെയായിരുന്നു മോഹൻലാലിൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സിനിമാ ജീവിതത്തിൽ അമ്മ എന്ന് പറയുന്നത്. മാത്രമല്ല മോഹൻലാലിൻ്റെ അച്ഛനും ഇവരുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജോലി ലഭിച്ചിട്ടും ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് തുടരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ, മകൻ്റെ ജീവിതത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയൊരു അമ്മയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് മോഹൻലാലിന് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മോഹൻലാലിൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയൊരു വ്യക്തി, മകൻ്റെ 3ഓളം സിനിമകൾ അവസാന കാലം വരെ കാണാതിരുന്ന ഒരമ്മ. കാരണം അത്രത്തോളം മകൻ വേദനിക്കുന്നതും സങ്കടപ്പെടുന്നതും ഒന്നും ഇഷ്ടപ്പെടാതിരുന്ന, കഥയിലാണെങ്കിൽ പോലും അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരമ്മ. ആ അമ്മ ചുറ്റുമുള്ളവരോട് എങ്ങനെയായിരുന്നു, ചുറ്റുമുള്ളവരോട് എത്രത്തോളം സ്നേഹം കാണിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അഭിലാഷ്, അങ്ങനെ ഒരമ്മ വിട പറയുമ്പോൾ കാണാനെത്തുന്നവരുടെ, അവസാനമായി അമ്മ ഒരു നോക്ക് കാണാനെത്തുന്നവരുടെ എണ്ണവും വളരെയധികമായിരിക്കും. ആളുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണല്ലേ വീട്ടിലേക്ക്? ഇപ്പോഴും നമുക്കറിയാൻ കഴിയുന്നത് CPM നേതാവായിട്ടുള്ള EP ജയരാജൻ അടക്കം ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനെത്തും എന്നുള്ളതാണ്. രാഷ്ട്രീയ, സാമൂഹ്യ, സിനിമാ രംഗത്തെ നിരവധി പേർ ഇവിടെ ഇന്ന് ഈ 4 മണിക്കകം തന്നെ ഇവിടെ എത്തിച്ചേരും. കാരണം അറിയാം, മോഹൻലാൽ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ സ്വത്താണ്. അത്തരത്തിലൊരു വലിയൊരു നടനെ മലയാളത്തിന്, കേരളത്തിന്, ഇന്ത്യക്ക് സമ്മാനിച്ച, കലാരംഗത്ത് സമ്മാനിച്ച ആ അമ്മയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. അത് മോഹൻലാലിനെ സംബന്ധിച്ച് മാത്രമല്ല, മോഹൻലാലിനോടൊപ്പം നിൽക്കുന്നവരും സിനിമാ രംഗത്തെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം വലിയ രീതിയിലുള്ള സങ്കടം പകരുന്ന ഒരു വാർത്തയാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ആ വാർത്ത മോഹൻലാലിനെയും നാടിനെയും തേടിയെത്തിയത്. മോഹൻലാലിൻ്റെ അമ്മ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത. അപ്പോൾ തന്നെ മമ്മൂട്ടിയും രമേശ് പിഷാരടിയും അങ്ങനെ മലയാള സിനിമാ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം ഇന്നലെ തന്നെ കൊച്ചിയിലെ മോഹൻലാലിൻ്റെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ 5 മണിയോടെയാണ് അമ്മയുടെ മൃതദേഹം തിരുവനന്തപുരം മുടവമുകളിലെ അവരുടെ വസതിയിൽ എത്തിച്ചത്. അങ്ങനെ വെളുപ്പിന് 6 മണി മുതൽ തന്നെ പൊതുദർശനം ആരംഭിച്ചു. വലിയ രീതിയിലുള്ള തിരക്ക്, ആളുകൾ എത്തുന്നുണ്ട്. അയൽവാസികളും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവരും സിനിമാ രംഗത്തുള്ളവരും എല്ലാം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ച് 2026 ഏറ്റവും ദുഃഖകരമായൊരു 2026 തന്നെയായിരിക്കും. കാരണം ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ അമ്മ 2026 ആ 2026 പുതുവത്സരത്തിൽ അമ്മ ഒപ്പമില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മോഹൻലാലിന് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രാവിലെ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടെ പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. കൃത്യം 4 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും പോലീസ് അടക്കം ഇവിടെയുണ്ട്. മാത്രമല്ല ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള മുൻ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അമ്മയ്ക്ക്, ശാന്തകുമാരിക്ക് അന്ത്യോപചാരം അർപ്പിച്ചിട്ട് അവർ ഇവിടുന്ന് പോയിരിക്കുകയാണ്. അങ്ങനെ മോഹൻലാലിനെ സംബന്ധിച്ച് സിനിമാ രംഗത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രചോദനമായി നിന്നതും അതുപോലെ കൂട്ടായി നിന്നതും എല്ലാം മോഹൻലാലിൻ്റെ അമ്മ തന്നെയായിരുന്നു. കാരണം അക്കാലത്ത് 40-50 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിൽ എല്ലാ വീടുകാരും അതിനെ അംഗീകരിക്കണമെന്നോ അനുവദിക്കണമെന്നോ ഇല്ല. പക്ഷേ ഒപ്പം പിന്തുണച്ച ഒരമ്മയായിരുന്നു മോഹൻലാൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയൊരു നടനെ കിട്ടിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയും ഈ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ആ അമ്മ
90-ാം വയസ്സിൽ വിട പറഞ്ഞിരിക്കുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് 14 വർഷമായി ചികിത്സയിലായിരുന്നു. അതിൽ 10 വർഷത്തോളമായി കഠിനമായ മൂർച്ഛിച്ച രീതിയിലായിരുന്നു രോഗം. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് മോഹൻലാൽ കഴിഞ്ഞ 10 വർഷമായി അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. സംസാരിക്കാൻ കഴിയാത്ത അമ്മയ്ക്കൊപ്പം അമ്മയോട് സംസാരിക്കുന്ന കണ്ണുകളിലൂടെ ആംഗ്യം കാണിച്ചും സ്പർശനത്തിലൂടെയും തലോടിയും ഒക്കെ ആയിരുന്നു ഇവർ തമ്മിൽ സംസാരിച്ചിരുന്നത്. ആ സ്പർശനം മതിയായിരുന്നു ഇവരും തമ്മിൽ ആശയവിനിമയം നടത്താൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അമ്മയുടെയും മകൻ്റെയും ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെ മോഹൻലാൽ അമ്മയെക്കുറിച്ച് മോഹൻലാൽ സംസാരിക്കുമ്പോഴെല്ലാം മോഹൻലാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്ന ചില ദൃശ്യങ്ങൾ കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തനിക്ക് തൻ്റെ കുടുംബത്തിൽ തൻ്റെ വീട്ടിൽ താൻ ജനിച്ചു വീഴുമ്പോൾ തനിക്കൊപ്പം എത്രത്തോളം സ്നേഹനിധിയായ ഒരമ്മ അമ്മയാണ് വിട പറഞ്ഞു പോകുന്നത്. തൻ്റെ മകനെപ്പോലെ തന്നെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ഒക്കെ സ്നേഹിച്ചിരുന്ന ഒരമ്മ ഇന്നലെ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഭാഗ്യലക്ഷ്മിയും ഉർവശിയും ഒക്കെ പ്രതികരിച്ചപ്പോഴും അവർ പറഞ്ഞതും ഇതുതന്നെയായിരുന്നു. കുറച്ച് നാൾ കാണാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കും, എന്താ എന്നെ കാണാൻ വരാത്തതെന്ന് തിരക്കും. അങ്ങനെ ഒരമ്മ വിട പറയുമ്പോൾ അത് ആ നഷ്ടം ബാധിക്കുന്നത് ആ കുടുംബത്തെ മാത്രമല്ല, സിനിമാ മേഖലയെയും അവരുമായി ഒപ്പം നിന്നിരുന്ന അവരുടെ കൂടെ നിന്നിരുന്ന നിരവധി പേരെ കൂടിയാണ് എന്നതുകൂടിയാണ് മറ്റൊരു വിഷമകരമായ കാര്യമെന്ന് പറയുന്നത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. എന്തോ കണ്ട് ബ്രേക്ക് ചവിട്ടുന്നു. എന്തുവാടേ അവനല്ലേ പറഞ്ഞത്, നീ എന്തിനാ ചവിട്ടുന്നേ? Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hourല് ലോകം ചുറ്റാൻ പറ്റും. Maybe possible in future. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. ബട്ട് ഐ ക്യാൻ ഓഫർ സംതിങ് ഗുഡ്. അരമണിക്കൂറിൽ ലോകം നിങ്ങളിലേക്ക് എത്തിക്കാം. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് എന്തോ കണ്ട് ബ്രേക്ക് ചവിട്ടുന്നു. എന്തുവാടേ അവനല്ലേ പറഞ്ഞത്, നീ എന്തിനാ ചവിട്ടുന്നേ? Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying
മഹാരാഷ്ട്രയിൽ ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവെ മലയാളി വൈദികനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് പോലീസ്. നാഗ്പൂർ മിഷനിലെ ഫാദർ സുധീർ, ഭാര്യ ജാസ്മിൻ എന്നിവരെയാണ് ബരോഡ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചാണ് അറസ്റ്റെന്നാണ് വിവരം. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഈ ആരോപണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഇന്നലെയാണ് ഈ വൈദികരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാദേശിക വൈദികരുടെ ക്ഷണപ്രകാരമാണ് നാഗ്പൂർ മിഷനിലുള്ള ഈ മലയാളി വൈദികനെയും ഭാര്യയും ഉൾപ്പെടെ 6 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഇവരെ അവിടെ അറസ്റ്റ് ബനോഡ പോലീസ് രേഖപ്പെടുത്തുന്നത്. CSI ദക്ഷിണ കേരള മഹായിടവകയിലെ വൈദികനായ ഫാദർ സുധീർ തിരുവനന്തപുരം അമരവിള സ്വദേശിയാണ്. നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് 3 വൈദികരെയും അവരുടെ ഭാര്യമാരെയുമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ പോലീസ് ഇതുവരെയും ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. പക്ഷേ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. CSI മിഷൻ ഇവരെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഉടൻ തന്നെ ഇവരെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിയമ നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം, ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായൊക്കെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് വിവിധ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്ക് അടക്കം ഇവർ കത്തെഴുതുകയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇവർ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. നമുക്ക് കാണുകയും ചെയ്തതാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രകോപനപരമായിട്ടുള്ള ചില സംഭവവികാസങ്ങളൊക്കെ നടക്കുകയും ചെയ്തതാണ്. അങ്ങനെ രാജ്യത്ത് ഉടനീളം ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് കൂടി ഇപ്പോൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ കേന്ദ്രീകരിച്ചുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിലെ അപലപിച്ച് CSI മിഷൻ അടക്കം രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അടുത്തിടെ നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ തുടർന്ന് ജയിലിലടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ, വലിയ കൂടിയാലോചനകളുടെ ഒടുവിലായിരുന്നു അവരെയൊക്കെ പുറത്തിറക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ അതിനു മുന്നോടിയായി ഇത്തരത്തിൽ ജാർഖണ്ഡിലും സമാനമായ രീതിയിൽ ചില അറസ്റ്റുകൾ ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഒക്ടോബറിൽ മധ്യപ്രദേശിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച മലയാളി വൈദികനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. അങ്ങനെ മലയാളി വൈദികർക്ക് നേരെയും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും നിലവിൽ എന്ത് സാഹചര്യത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്, ഇവർക്കെതിരെ ഏത് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അടക്കമുള്ള കാര്യത്തിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ഒരു ഫോട്ടോ മാത്രമാണ് ഇവരിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ 3 വൈദികരും അവരുടെ ഭാര്യമാരും ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ പ്രാർത്ഥനാ യോഗം നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് ബനോഡ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മൊബൈൽ ഉൽപാദന രംഗത്ത് ഇന്ത്യ സുപ്രധാനമായൊരു നാഴികക്കല്ല് പിന്നിട്ടു. മൊബൈൽ ഉൽപാദന രംഗത്ത് ആഗോളതലത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തെത്തി. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള ഇലക്ട്രോണിക്സ് ഉൽപാദന കേന്ദ്രമാക്കി രാജ്യത്തെ മാറ്റുന്നതിനുള്ള പദ്ധതിയിലെ നിർണായക ചുവടുവയ്പ്പാണിതെന്നും മന്ത്രി പറഞ്ഞു. നമസ്കാരം. മൊബൈൽ ഉൽപാദന രംഗത്ത് ഇന്ത്യ സുപ്രധാനമായൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. മൊബൈൽ ഉൽപാദന മേഖലയിൽ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യ ഇപ്പോൾ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള ഇലക്ട്രോണിക്സ് ഉൽപാദന കേന്ദ്രമാക്കി രാജ്യത്തെ മാറ്റുന്നതിനുള്ള പദ്ധതിയിലെ നിർണായക ചുവടുവെപ്പാണ് ഇത് എന്ന് മന്ത്രി പറയുന്നു. 2014-2015 സാമ്പത്തിക വർഷത്തിൽ വെറും 2 മൊബൈൽ നിർമ്മാണ യൂണിറ്റുകൾ ആയിരുന്നു രാജ്യത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ മൊബൈൽ നിർമ്മാണ യൂണിറ്റുകളുടെ എണ്ണം 300 കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യം ഇലക്ട്രോണിക്സ് കയറ്റുമതി രംഗത്ത് 8 മടങ്ങിൻ്റെ വർധനവാണ് കാഴ്ചവെക്കുന്നത് എന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻവെസ്റ്റീവ് സ്കീമിൽ നിന്നുള്ള നയപരമായ പിന്തുണയാണ് ഈ മുന്നേറ്റത്തിന് കാരണമെന്നും മന്ത്രി പറയുന്നു.
ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിനായുള്ള PLI പദ്ധതി പ്രകാരം 13,475 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാൻ സാധിച്ചു. ഇലക്ട്രോണിക്സ് മേഖലയിൽ ഏകദേശം 9.8 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പാദനം ആണ് നടക്കുന്നത്. നിർമ്മാണം, തൊഴിൽ അവസരങ്ങൾ, കയറ്റുമതി എന്നിവയിൽ വലിയ കുതിപ്പിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടിയാണ് മന്ത്രി പറഞ്ഞത്. ആഗോള സ്മാർട്ട് ഫോൺ കമ്പനികളായ ആപ്പിൾ, സാംസങ് എന്നിവ ഇന്ത്യയിൽ ഉൽപ്പാദനം വലിയ തോതിൽ വിപുലമാക്കിയിരിക്കുകയാണ്. ഈ കമ്പനികളുടെ സ്മാർട്ട് ഫോണുകൾക്കുള്ള ഘടകങ്ങളുടെ നിർമ്മാണവും കൂടുതലായി നടക്കുന്നു. ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന മൊബൈൽ ഹാൻഡ്സെറ്റുകളിൽ 99% വരെ ഇന്ത്യയിലാണ് അസംബ്ലി ചെയ്യുന്നത്. 0.18 ലക്ഷം കോടി രൂപയുടെ മൊബൈൽ ഫോണുകൾ ആണ് രാജ്യത്ത് നേരത്തെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 5.5 ലക്ഷം കോടിയിലേക്ക് ഉയർന്നിരിക്കുന്നു. കയറ്റുമതിയാകട്ടെ 0.01 ലക്ഷം കോടിയിൽ നിന്ന് 2 ലക്ഷം കോടി രൂപയായും ഉയർന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്ത് ഇലക്ട്രോണിക്സ് ഉൽപ്പാദന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി എന്നും മന്ത്രി പറയുകയാണ്. ഉൽപ്പാദനത്തിൽ 6 മടങ്ങിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്. 2014-15 സാമ്പത്തിക വർഷം 1.9 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പാദനം ആണ് നടന്നിരുന്നത്. എന്നാൽ 2024-25 എത്തുമ്പോൾ അത് 11.3 ലക്ഷം കോടിയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ 8 മടങ്ങിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാലത്ത് കയറ്റുമതി 0.38 ലക്ഷം കോടിയിൽ നിന്ന് 3.3 ലക്ഷം കോടി രൂപയായും ഉയർന്നു. ആപ്പിൾ ഐഫോണുകളാണ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതിയിൽ വലിയ പങ്കും സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 1.3 ലക്ഷത്തിലധികം തൊഴിൽ അവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ 3ാമത്തെ വലിയ കയറ്റുമതി വിഭാഗമായി എന്നും ഇത് 7ാം സ്ഥാനത്ത് നിന്നാണ് 3ാം സ്ഥാനത്തേക്ക് എത്തിയത് എന്നും മന്ത്രി പറഞ്ഞു. പുതുവത്സരത്തെ വരവേൽക്കാൻ ഫോർട്ട് കൊച്ചി ഒരുങ്ങുന്നു. പരേഡ് ഗ്രൗണ്ടിലും വെളി മൈതാനത്തുമായി 2 കൂറ്റൻ പാപ്പാഞ്ഞിമാർ ഇക്കുറി കത്തിയമരും. കർശന സുരക്ഷയാണ് പുതുവത്സരാഘോഷങ്ങൾക്കായി ഫോർട്ട് കൊച്ചിയിലും പരിസരത്തും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്മസ് ദിനത്തിൽ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തെ മഴമരം ദീപാലങ്കൃതമായി. ഇക്കുറി മഴമരത്തിലെ വിളക്കുകൾക്ക് മഞ്ഞ നിറമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് മരമായാണ് ഇതിനെ കണക്കാക്കുന്നത്. 8 ലക്ഷം രൂപ ചെലവിൽ 1.5 ലക്ഷം സീരിയൽ ബൾബുകളടക്കം അണിനിരത്തിയാണ് ഈ നിറച്ചാർത്ത. വൈകിട്ട് 6:30 മുതൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ പാതിരാ വരെ നീളുന്നു. വിപുലമായ ക്രമീകരണങ്ങൾ ഇക്കുറി പുതുവത്സരാഘോഷങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെളി മൈതാനത്തെ പപ്പാഞ്ഞി നിർമ്മാണം പൂർത്തിയായി. ഇവിടുത്തെ ഞങ്ങളുടെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് ഒരു 9 ദിവസം കൊണ്ട് ഈ പപ്പാഞ്ഞിനെ ഉണ്ടാക്കി തീർത്തത്. പിന്നെ നമ്മളതുപോലെ ട്രീയുടെ പരിപാടിയും കഴിഞ്ഞുണ്ട്. പിന്നെ ഈ പ്രദേശത്ത് എല്ലാ ദിവസവും ഒരു 50,000-ത്തോളം ആൾക്കാർ വന്ന് കയറി ഇറങ്ങി പോവുകയാണ്. 34-ാം തീയതി രാത്രി പപ്പാഞ്ഞിനെ നമ്മളിവിടെ കത്തിക്കും. ഇന്നലെ മുതലും മിഞ്ഞാന്ന് ഇവിടെ ഇതിനകത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ട്രാഫിക് അവർ നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ നാളെയും വരുന്നതും ട്രാഫിക് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ കൊല്ലം വളരെ ബുദ്ധിമുട്ട് ആളുകൾ അവിടെ നിന്ന് ഇവിടുന്ന് തിങ്ങിയപ്പള്ളി പ്രയാസം. 31-ാം തീയതി പോലീസ് അവിടെ ഇങ്ങോട്ടുള്ള വണ്ടികളെല്ലാം ബ്ലോക്ക് ചെയ്യും. ഇവിടുത്തെ രജിസ്ട്രേഷൻ വണ്ടി മാത്രമേ വിട്ടുള്ളൂ. ബാക്കി അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് നടന്നു വരാൻ പറയും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ടും ഉണ്ട്. പിന്നെ പോലീസിന് നല്ല രീതിയിലുള്ള ഇതുണ്ട്. നാളുകളായി പുതുവത്സര ദിനത്തിൽ ഒത്തുകൂടുന്ന പരേഡ് ഗ്രൗണ്ടിലും ഇക്കുറി പപ്പാഞ്ഞിയുണ്ട്. 2 സ്ഥലങ്ങളിലും നൃത്ത സംഗീത പരിപാടികൾ അരങ്ങേറും. വൻ ജനാവലി ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുമെന്നതിനാൽ വിപുലമായ സുരക്ഷാ സംവിധാനവും ഗതാഗത ക്രമീകരണവുമാണ് പോലീസ് ഈ ദിവസങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്. സ്പെഷ്യൽ ഡേയിലേക്ക് തോന്നയ്ക്കൽ സ്വദേശികളായ സാദിഖിന്റെയും തസ്നിയുടെയും മകളായ
സ്വാലിക സെഹറിന്റെ 4ാം പിറന്നാളാണിന്ന്. സ്വാലികക്കുട്ടിക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും 1000 പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അഭിലാഷ് അഞ്ജന ദമ്പതികളുടെ മകൻ സാത്വികിന്റെ 4ാം ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ആനാട്ട് നിന്നും ആമി, ഋതു, അപ്പൂസ് എന്നിവരാണ്. സാത്വികിന് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. തിരുവനന്തപുരം പൂവച്ചലിലെ മഞ്ജുവിന്റെ ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങളാണ്. മഞ്ജുവിന് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അങ്ങനെ 2025 തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവസാനത്തെ രാവിലെയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. 2026 പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പട്രോൾ. നമസ്കാരം.